ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എ ലൈൻ നൈറ്റി ചുരിദാർ കട്ടിങ് നൈറ്റി കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ചുരിദാറൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയിടുന്ന തൊട്ട് ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക. ആദ്യം ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക. ഞാനിവിടെ 2 നൈറ്റി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരേ അളവിലുള്ള നൈറ്റിയാണ്, അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പം നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്താം. ആദ്യം താഴെ നിന്നും മുകളിലേക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എനിക്കിവിടെ 56 വേണ്ടത്. 56 ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. ഷോൾഡർ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരുപാട് വണ്ണമുള്ള ആൾക്കാർക്കൊന്നുമല്ല, അതുകൊണ്ട് ഒരു 7.5 എടുത്ത് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം കൈക്കുഴി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക, 7 കൊടുത്തിട്ട്. അതിനുശേഷം ബ്രസ്റ്റ് അളവ് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ ബ്രസ്റ്റ് അളവ് 12 എടുത്തിട്ടുണ്ട്. ഇവിടെ 12 ബ്രസ്റ്റ് അളവ് എടുത്തിട്ടുണ്ട്, അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഷേപ്പ് ഈ 12-ൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഷേപ്പിൻ്റെ ഇറക്കം നോക്കിയിട്ട് നമുക്ക് വണ്ണം 12-ൽ നിന്നും 1 കുറച്ചിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം കൈക്കുഴി ഇതുപോലെ വരച്ച് കൊടുത്ത് ഷേപ്പും വരച്ച് നമുക്ക് താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഷേപ്പിൽ നിന്നും താഴേക്ക് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ കൈക്കുഴി വരച്ച് ഷേപ്പിലേക്ക് വരച്ച് ഷേപ്പിൽ നിന്നും താഴേക്ക് സൈഡിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഫുള്ളും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. ഇത് ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് ഒരുപാട് മെറ്റീരിയലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഹാഫ് സ്ലീവ് സാധാരണ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് താഴെ നിന്നും മുകളിലേക്കാണ് കൈയുടെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. ഇതുപോലെ സ്ലീവ് ലെങ്ത് താഴെ നിന്നും മുകളിലേക്ക് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ വിഡ്ത്ത്, മുകളിലത്തെ കൈക്കുഴിയുടെ അകലം വണ്ണം എത്രയാണെന്ന് വെച്ചാൽ 10 നമുക്കിവിടെ വേണ്ട. 10 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗത്ത് നമ്മുടെ കൈയുടെ വണ്ണം 7 ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. തയ്യൽ തുമ്പ് സഹിതമാണ് നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം 7 വരുന്നത്. നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേക്ക് ഷേപ്പ് ചെയ്ത് വരുമ്പം കുറയും. കൈക്കുഴി ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്താനുള്ളത്. നെക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി എടുക്കണം. സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. 2 പീസ് ഒരുമിച്ച്, പിന്നെ 2 എണ്ണമായിട്ടാണല്ലോ നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ബാക്ക് പീസ് രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബാക്കിലെ ലെങ്ത് ഞാൻ 3.5 എടുത്തിരിക്കുന്നത്. വിഡ്ത്തും 2.5 ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്രണ്ട് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫ്രണ്ട് പീസും ഇതുപോലെ ഒരുമിച്ച് വെച്ച് മടക്കി ഇതുപോലെ ഒരുമിച്ചിടുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പീസ് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്ത കഷ്ണം എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പം വിഡ്ത്ത് കറക്റ്റിന് കിട്ടും. അതിനുശേഷം ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ആദ്യം മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ടേപ്പ് കൊണ്ട് ലെങ്ത് അടയാളപ്പെടുത്തുകയാണ്. ലെങ്ത് ഞാനിവിടെ 5.5 എടുക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് ലെങ്ത് 5.5 എടുത്ത് ഇതുപോലെ നമുക്ക് വളച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴേക്ക് ഓപ്പണിങ് വേണം. ഓപ്പണിങ് സിബ്ബാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതിനുള്ള ഇറക്കത്തിലും നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഓപ്പണിങ്ങിനുള്ളതും അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 2 പീസും കട്ട് ചെയ്ത് മാറ്റാം.
അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസിലെ നെക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വയ്ക്കുക. സൈഡിൽ നിന്നുള്ള മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോ കളറിലും 2 പീസ് വീതം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്ത് വയ്ക്കാം. ഫ്രണ്ട് നെക്ക് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അതേ അളവിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വീതിക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. നെക്കിൻ്റെ പീസ് ഇതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലേക്കാണ് അടിച്ചു മറിക്കുന്നത്. അതിനുശേഷം ഇതിൽ നിന്നും ഓരോ പീസ് എടുത്തതിന് ശേഷം അതിനെ മടക്കിയിട്ടിട്ട് നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കിയിടുക. ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ പീസും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കതും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതും കുറച്ച് വീതി മതി. നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ പാകത്തിന് കുറച്ച് വീതിക്ക് ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 2 പടികൾ വീതം വേണം. ഒന്ന് സിബ് അടിച്ച് മറിക്കാനും ഒന്ന് നമുക്ക് ഫ്രണ്ടിൽ പടി കണക്ക് വയ്ക്കാനും വേണം. അതിനുള്ള മെറ്റീരിയലും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാൻ അതിനുള്ള പീസുകളെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കാം. ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തൊരു നൂല് കണക്ക് വലിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് മടക്കി അടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹാഫ് സ്ലീവിന് താഴ്ഭാഗം മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം 2 സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾക്ക് മടക്കി അടിക്കാം. അതിനുശേഷം നമുക്ക് നെക്കാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇത് ഞാനിപ്പോൾ ആദ്യം ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഇതുപോലെ എടുത്ത് വെച്ച് നല്ല പീസ് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നെക്കിന് വേണ്ടി കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫുള്ള് കൊത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ നെക്കിന് ഫുള്ളും ഞാൻ ഇതുപോലെ തന്നെ കൊത്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ നെക്ക് ഇതുപോലെ മറിച്ച് കൊടുത്തതിന് ശേഷം നെക്ക് അടിച്ച് മറിക്കാൻ വെച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ മാത്രം സ്റ്റിച്ചിങ് വീഴാൻ പാകത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വെച്ച് മറിച്ച് വെക്കുക. ഉൾഭാഗമാണ് നമ്മൾ വെക്കേണ്ടത്. നല്ല പീസിൻ്റെ ഉൾഭാഗം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് അടിച്ച് മറിക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗവും നെക്കിൻ്റെ ഉൾഭാഗവും പുറത്തേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നെക്കിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് മറുഭാഗവും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിനും ഓരോ കൊത്തിട്ട് കൊടുക്കണം. നെക്കിന് നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ നെക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കണം. എന്നാലേ ഫിനിഷിങ്ങിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൊളച്ചിൽ വരും നെക്കിന്. ഇത് ഫുള്ള് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ പുറത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല പീസിലേക്ക് നല്ല ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇതുപോലെ പടി കണക്ക് വരുന്നത്. അത് നമുക്കൊന്ന് നെക്കിൻ്റെ അരികു ഭാഗം നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ മടക്കി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുക്കുക. പൊളച്ചിൽ വരാത്ത രീതിയിൽ കറക്റ്റിന് ചെറുതായിട്ട് മടക്കി കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. അതിനുശേഷം നമുക്ക് സിബ് അടിച്ച് മറിക്കാനുള്ള പീസ് ഇതുപോലെ 3 സൈഡും നമുക്കൊന്ന് ചെറുതായിട്ട് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ പീസിനെ ഇതുപോലെ മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ നല്ല നല്ല മെറ്റീരിയലിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴ്ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുക. ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മറിച്ച് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കത്രിക കൊണ്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് അങ്ങ് കൂർത്ത് നിൽക്കുന്ന ഭാഗം വരെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് വന്നേക്കുന്ന ഭാഗം വരെ ഇതുപോലെ നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്യാം.
കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ സിബ് വെച്ച് കൊടുക്കാം. സിബ് വെച്ച് അരികത്ത് കൂടി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം താഴെ കൊണ്ടുവന്ന് നിർത്തുക. സൂചി കുത്തി നിർത്തിയതിന് ശേഷം മെറ്റീരിയൽ കറക്കിയെടുത്ത് നമ്മൾ മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം അതിനുശേഷം നമ്മൾ സിബ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പടി കണക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുള്ള മെറ്റീരിയലാണിത്. ഇതുപോലെ ഉള്ളിലേക്ക് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി വയ്ക്കുക. അതിനുശേഷം സൈഡിൽ കൂടെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മറിച്ചെടുക്കണം. ഇതുപോലെ നമുക്കതിനെ ഒന്ന് മറിച്ചെടുക്കണം. അപ്പം നമുക്ക് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് മറിച്ചെടുക്കാം. അത് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മെറ്റീരിയലിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. മെറ്റീരിയലിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതുപോലെ വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഒന്ന് കോണായിട്ട് മടക്കി, സാധാരണ നെയ്റ്റിക്ക് പടി വെച്ച് കൊടുക്കുമല്ലോ ഫ്രണ്ടിൽ, അതുപോലെ തന്നെ നമുക്ക് സിബ് കയറ്റിയിട്ട് കൊടുത്തതിന് ശേഷമാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റിന് കൊണ്ടുവന്ന് താഴെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കോണായിട്ട് മടക്കി കൊടുക്കണം. ഈ ഭാഗം ഒന്ന് കോണായിട്ട് മടക്കി കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ കോൺ കൊണ്ടുവരിക, മറു സൈഡും ഇതുപോലെ കോൺ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഈ കോണിൻ്റെ 4 സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ അവിടെ നിർത്തുക. ഒരു സൈഡ് ഇതുപോലെ നിർത്തിയിട്ട് ഇതിനെ ഇങ്ങനെ ചരിച്ചു കൊടുക്കുക. മെറ്റീരിയൽ സൂചി താഴേക്ക് കുത്തി കൊടുത്ത് മെറ്റീരിയൽ ഇതുപോലെ ചരിച്ചു കൊടുത്ത് താഴെയും കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തി കൊടുക്കുക. അതിനുശേഷം അവിടെ സൂചി കുത്തി നിർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും മുകളിലേക്ക് ഇതുപോലെ ചരിച്ചാണ് നമ്മൾ മടക്കി കൊടുത്തേക്കുന്നത്. അവിടെ ഇതുപോലെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തി കൊടുത്ത് അവിടെയും സൂചി നിർത്തുക. എന്നിട്ട് വീണ്ടും നമുക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ പടി വയ്ക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ കൊണ്ടുവന്ന് ഒന്നുകൂടി നിർത്തിയതിന് ശേഷം ഇങ്ങനെ വീണ്ടും ഇതുപോലെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഇങ്ങനെയാണ് നമ്മൾ പടി വയ്ക്കേണ്ടത്. ഇത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഫ്രണ്ട് ബാക്കും ബാക്ക് പാർട്ടും കൂടിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ എന്ന് വെച്ചാൽ ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ പുറം ഭാഗം വരാൻ പാകത്തിനാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഷോൾഡർ തമ്മിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അരികത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ ഇതുപോലെ പുറത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ഇതുപോലെ അടിച്ചു കൊടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ നല്ല പാർട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം വരാൻ പാകത്തിന് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് പാർട്ടിൻ്റെ മോശപ്പെട്ട ഭാഗമാണ് വരേണ്ടത്. അങ്ങനെയാണ് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ എന്നിട്ട് അതിനെ മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബാക്ക് നെക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് നമുക്കത് മടക്കി അടിച്ചു കൊടുക്കാം. ഇത് പല പ്രാവശ്യം ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഒന്ന് മെറ്റീരിയൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് താഴേക്ക് കൈക്കുഴി ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അവിടുന്ന് വീണ്ടും മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇതുപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ള 2 സൈഡ് വശമാണ്. 2 സൈഡ് വശം സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വണ്ണം എത്രയാണോ വേണ്ടത് അത് നോക്കി അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ നിന്നും താഴേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ സ്ലീവ് എടുത്ത് വെച്ച് താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ വണ്ണം എത്രയാണോ വേണ്ടത് അത് നമ്മൾ നോക്കുക. അതിനുശേഷം അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബോഡിയുടെ കൈക്കുഴിയുടെ അവിടെ വന്നിട്ട് അവിടെ നിന്നും ഷേപ്പ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവന്ന് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴ്ഭാഗം നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. ലെവൽ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.